ഫ്ലാറ്റ്. കഥ എഴുതിയത് രാജേശ്വരി. വെളിവുകെട്ട ഉറക്കത്തെ കോളിംഗ് ബെല്ലിന്റെ നിർത്താത്ത കിളിയൊച്ച തട്ടിയുണർത്തി. അടഞ്ഞ ജനൽപ്പാളിയിലൂടെ അകത്തേക്ക് അതിക്രമിച്ചു കയറിയ ഇളം വെയിലിന്റെ ഒരു തുണ്ട് അവൾക്കൊപ്പം എപ്പോഴോ കയറി കിടന്നിരുന്നു. കതക് തല്ലിപ്പൊളിക്കാൻ തുടങ്ങുകയായിരുന്നു. അന്നത്തെ പത്രത്തിലൂടെ കണ്ണുകൾ പരതുന്നതിനിടയിൽ കതക് തുറക്കാൻ താമസിച്ചതിന്റെ അസ്വാരസ്യം വാക്കുകളിൽ ചവച്ചു തുപ്പിയാണ് തോമാച്ചൻ അകത്തേക്ക് കയറിയത്. ഉറങ്ങിപ്പോയി. മറുപടി കേൾക്കാൻ അയാൾക്ക് ഒരു നിർബന്ധവുമില്ലെന്നറിയാമായിരുന്നതിനാൽ അവളോട് തന്നെ അവൾ പതുക്കെ പറഞ്ഞു. രാത്രി തൂവിയിടുന്ന ഇരുളിൽ തനിച്ചാകുമ്പോൾ പിൻവഴികളിലെ പുനർവായനയുടെ ആഴങ്ങൾ ഉറക്കത്തെ മുക്കിക്കൊല്ലുന്നതിനാൽ വെളുപ്പാൻ കാലത്തിന്റെ തണുത്ത കരങ്ങളാണ് പലപ്പോഴും ഉറക്കത്തിന്റെ തൊട്ടിലേക്ക് ഏറ്റിക്കിടത്തുന്നത്. അല്ലെങ്കിലും ഈയിടെയായി ഉറക്കം പിണങ്ങി നടപ്പാണ്. വയസ്സേറും തോറും മനസ്സ് ദുഷിക്കുന്നത് കൊണ്ടാണ് ഉറക്കം കിട്ടാത്തതെന്ന് കിടക്ക കാണുമ്പോഴേ കൂർക്കം വലി തുടങ്ങുന്ന തോമാച്ചൻ പറയും. തോമാച്ചന്റെ കൂർക്കം വലി ക്ലാര ആന്റിയുടെ ചെളി കൂട്ടിയിരിക്കുന്ന പന്നിക്കൂട്ടത്തിന്റെ മുക്രയിടിയിലായി അവളെ അലസോരപ്പെടുത്തുന്നത് ഇനിയും തോമാച്ചനോട് പറയാൻ തോന്നിയിട്ടില്ലെന്നോർത്തുകൊണ്ട് ദോശമാവ് കല്ലിലേക്ക് കോരിയൊഴിച്ചു. ബക്കറ്റിൽ നിന്നും മഗ്ഗിൽ വെള്ളം കോരിയൊഴിക്കുന്ന ശബ്ദം നിലച്ചതും അവൾ ചായയ്ക്കും വെള്ളം വച്ചു. ഷവറുണ്ടെങ്കിലും ഇപ്പോഴും ബക്കറ്റിൽ വെള്ളം പിടിച്ചേ തോമാച്ചൻ കുളിക്കുകയുള്ളൂ. പണ്ടത്തെ വെള്ളക്ഷാമം പഠിപ്പിച്ച ഒരു പാഠം. ആദ്യ മഴയിലെ അമൃത തുള്ളികൾ വരണ്ട മണ്ണിനെ ഉർവരമാക്കുന്നത് പോലെയാണ് ആഴ്ചയിലൊരിക്കൽ പാതിരാവിൽ പൈപ്പിൽ നിന്നും ബക്കറ്റിലേക്ക് ചിതറി വീണിരുന്ന ആദ്യ തുള്ളികൾ. ഉറക്കത്തെ ആട്ടിക്കളഞ്ഞ് ഡ്രം തൊട്ട് ചായപാത്രത്തിൽ വരെ വെള്ളം പിടിച്ചു വെക്കുമായിരുന്നു. വെള്ളത്തിന്റെ അവസാന തുള്ളിയും ചുരത്തി പൈപ്പ് ഊർദ്ധശ്വാസം വലിക്കുമ്പോഴേക്കും അടിച്ചുവാരി തുടയ്ക്കലും കുളിയും നനയും ഒക്കെ കഴിഞ്ഞിരിക്കും. ഡ്രമ്മിലേക്ക് പൈപ്പിൽ നിന്നും ഹോസിന്റെ ഒരു തുമ്പിട്ടിട്ടാണ് കിടക്കാറുള്ളത്. ഉറങ്ങിപ്പായാൽ കഥ കഴിഞ്ഞു. ആ ഒരാഴ്ച കുളിയും നനയുമെല്ലാം നാമമാത്രമാക്കി വേഴാമ്പലിനെ പോലെയുള്ള ദുസ്സഹമായ കാത്തിരിപ്പ്. ഇന്നതൊക്കെ ഓർക്കാൻ കൂടി വയ്യ. ഇപ്പോഴും പൈപ്പ് ഇത്തിരി കൂടുതൽ തുറന്നാൽ ജലക്ഷാമത്തിന്റെ ഇന്നലകളെ തോണ്ടിയെടുത്ത് തോമാച്ചന്റെ വക വാചക പീഡനം അനുഭവിക്കുന്നതോർത്തുകൊണ്ട് 2 കപ്പുകളിലായി ചായ ഒഴിച്ചപ്പോഴേക്കും കുളി പകർന്ന ഉന്മേഷവുമായി അയാളെത്തി. ചൂട് ദോശ തേങ്ങ ചമ്മന്തിയിൽ മുക്കി വായിലിട്ട് ചവച്ചിറക്കി തോമാച്ചൻ പറഞ്ഞു, നല്ല ഒന്നാന്തരം ഫ്ലാറ്റ്, കായലിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് പോലെ. അവൾ വാക്കുകൾ മൂടിക്കെട്ടി അയാളുടെ മുഖത്തേക്ക് കണ്ണെറിഞ്ഞു ചായ മൊത്തി കുടിച്ചുകൊണ്ടിരുന്നു. 24 മണിക്കൂറും വാച്ച്മാൻ, CCTV ക്യാമറ, സ്വിമ്മിംഗ് പൂൾ എന്നു വേണ്ട അകത്തും പുറത്തുമൊക്കെ എന്തൊരു വൃത്തിയാണെന്നോ. പുതിയ ഫ്ലാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടും മതിവരാത്ത അയാൾക്ക് തൻ്റെ ചുറ്റുപാടുകളിലെ വൃത്തിഹീനതയെക്കുറിച്ച് ആദ്യമായി അറപ്പു തോന്നി. നിലാവുള്ള രാത്രിയിൽ ആകാശം പുഴയിൽ അങ്ങനെ ഇളകിക്കളിക്കുമ്പോൾ നമുക്കൊരു തോണിയുമായി കായലിലേക്ക് ഇറങ്ങണം. ഞാൻ വെള്ളത്തിൽ തുഴയെറിയുമ്പോൾ നീ ഓളങ്ങൾ തട്ടിക്കളിക്കുന്ന ചന്ദ്രനെ കൈക്കുമ്പിളിൽ കോരിയെടുക്കണം. പകുതി കാര്യമായും പകുതി തമാശയായും അയാൾ ലാലിയോട് പറഞ്ഞു. അവളുടെ ഒട്ടിയ കവിളുകളിൽ നേരിയ ചുവപ്പ് പടരുകയും ചുണ്ടിൽ അറിയാതെ ഒരു മുല്ലപ്പൂ വിടർന്നു വരികയും ചെയ്തു. വസ്തു വിറ്റതിൽ നിനക്ക് വിഷമമുണ്ടോ ലാലി? ദോശയുടെ ഒഴിഞ്ഞ പാത്രം നീക്കിവെച്ച് ചായക്കപ്പ് കയ്യിലെടുത്തുകൊണ്ട് അവളുടെ മൗനത്തെ കുത്തിപ്പൊട്ടിക്കുവാൻ തോമാച്ചന്റെ ആത്മനിന്ദ അവളുടെ നേരെ ഒരു ചോദ്യമായി എറിഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞാൽ അത് നുണയാണെന്ന് അവൾക്കൊപ്പം തോമാച്ചനും അറിയാം. പണമായാലും ഭൂമിയായാലും സ്വർണം തന്നെയായാലും വെറുതെ ഇരുന്നാൽ പാഴ്വസ്തുവാണെന്ന് അച്ചായൻ തന്നെയല്ലേ പറയുന്നത്. മനസ്സിനിണങ്ങിയ ഒരു ഫ്ലാറ്റിൽ താമസിക്കാനല്ലേ. സാരമില്ല. പല ഉത്തരങ്ങൾ മൗനം കൊണ്ടുരച്ച് അവസാനം അവൾ അവളോടും തോമാച്ചനോടുമായി പറഞ്ഞു. നാട്ടിൽ അവൾക്ക് വീതം കിട്ടിയ ഹൈവേയുടെ ഓരത്തുള്ള 1/2 ഏക്കർ പുരയിടം
വിറ്റ് നഗരാതിർത്തിയിലുള്ള കായലോരത്തുള്ള ഫ്ലാറ്റ് സ്വന്തമാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു തോമാച്ചൻ. തോമാച്ചൻ്റെ അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് അവർക്ക് മറിച്ചു വിറ്റ ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ കഴിയുന്നതുവരെ വാങ്ങാൻ പറ്റുമോ എന്നുള്ള തത്രപ്പാടിൻ്റെ വേവലാതിയിലായിരുന്നു അയാൾ. പച്ചയും മഞ്ഞയും കലർന്ന നിറഭേദത്തിൻ്റെ കൊഴുത്ത ചളിവെള്ളത്തിൽ ശരീരം തടവിലിടുന്ന പന്നിക്കൂട്ടത്തിൻ്റെ പതിവ് മുഷിപ്പ് കാഴ്ചകളുടെ മനം മടുപ്പിൽ കുടുങ്ങിക്കിടക്കുന്നത് എത്ര കാലമെന്ന് വിചാരിക്കുമ്പോഴും ഈ ഫ്ലാറ്റ് നേടിത്തന്ന സൗഭാഗ്യമാണ് നമുക്കുള്ളതൊക്കെ എന്ന് തോമാച്ചൻ പറയുമ്പോൾ അവൾ തലകുലുക്കി സമ്മതിക്കും. മീൻ ചന്ത അടുത്തായ കാരണം ശ്വസിക്കുന്ന വായുവിനു പോലും മീൻ്റെ ഉളുപ്പുമണമാണ്. ചാണകത്തിലും പന്നിത്തീട്ടത്തിലും ചവിട്ടാതെ നടക്കാൻ പാടുപെടേണ്ടി വരുന്ന വൃത്തിഹീനമായ തെരുവോരങ്ങൾക്ക് അതിരുകളിട്ട കാവൽക്കാരായ നിരവധി കെട്ടിടങ്ങളുടെ ഇടയിലൊന്നിലെ കെട്ടിടത്തിലെ താമസത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വസ്തുവിൻ്റെ പൈസയും കയ്യിലുള്ളതും ഒക്കെ കൂട്ടി നുള്ളിപ്പെറുക്കി വാങ്ങിയതാണെങ്കിലും അവിടെ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കുക എന്ന് വെച്ചാൽ അഭിമാനം തന്നെയാണ്. കഷണ്ടിയുടെ ഇരുവശങ്ങളിലെയും നരച്ച മുടിച്ചുരുളുകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഫ്ലാറ്റ് സ്വന്തമാക്കിയപ്പോൾ അയാൾ അനുഭവിക്കുന്ന ആനന്ദം അയാൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികമാണോ എന്ന് ലാലി ഭയന്നു. കയ്യിലുള്ളത് മുഴുവനും തീർത്തിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും? അയാളുടെ മുഖത്ത് കത്തി നിന്നിരുന്ന പൂത്തിരി അവളുടെ ആശങ്ക തല്ലിക്കെടുത്തി. തോമാച്ചന് പറയുന്നതിനിടയിലാണ് മൂട് മാറുന്നത്. വർത്തമാനത്തിനിടയിൽ എന്തെങ്കിലും അനിഷ്ടം പറഞ്ഞാൽ മതി, പിന്നെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ അപ്പനെയും അമ്മയെയും വരെ വെറുതെ വിടുകയില്ല. അതുകൊണ്ട് ഈയിടെയായി പ്രതികരണശേഷിയുടെ മുന സ്വയം ഒടിച്ച് മൗനം കുടിച്ചിരിക്കുകയാണ് പതിവ്. അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. തോമാച്ചൻ്റെ വാക്കുകളിൽ പക്ഷേ തീർച്ചയില്ലായ്മ മുഴച്ചു നിന്നിരുന്നു. എങ്കിലും കേസിൽപ്പെട്ട ബിൽഡിങ്ങിലെ ഫ്ലാറ്റ്, അതും ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അവിടെ കുഴിച്ചിടുക എന്ന് വെച്ചാൽ, മനസ്സിലെ ആന്തൽ അവൾ പുറത്തേക്ക് കുടഞ്ഞിട്ടു. അവൾക്ക് വസ്തു വിറ്റതിലേറെ ദഹിക്കാൻ ബുദ്ധിമുട്ടായിരുന്നത് അതായിരുന്നു. ആറ്റുതീരം നോക്കി നടന്ന തോമാച്ചൻ്റെ ആഗ്രഹത്തെ അയാളുടെ സുഹൃത്ത് ചൂഷണം ചെയ്തതാണോ എന്ന സംശയം ലാലിയുടെ മനസ്സിൽ ചുരമാന്തുന്നുണ്ട്. തോമാച്ചൻ എന്ന തോമസ് കുട്ടി പോർച്ചുഗീസുകാരൻ കെട്ടുകെട്ടി അധികം കഴിയും മുമ്പ് തന്നെ പ്രാരാബ്ദങ്ങളുടെ താങ്ങാനാവാത്ത ഒരു കെട്ടും ഒരു ചെറിയ ഇരുമ്പു പെട്ടിയുമായി ഗോവയുടെ പച്ചത്തുരുത്തിലേക്ക് എത്തിയതാണ്. മൺചുവരുകൾക്കുള്ളിലെ 5-8 ജീവിത തുടിപ്പുകൾ നിലനിർത്താൻ നദിയിൽ നിന്നും മണൽ വാരലായിരുന്നു അപ്പന് പണി. കള്ളി മടക്കി കുത്തി മങ്ങിയ തോർത്ത് തലേക്കെട്ടാക്കി ഒരു ബീഡിയും പുകച്ച് വീട്ടിൽ നിന്നിറങ്ങുന്ന അപ്പൻ ഒഴിവ് ദിവസങ്ങളിൽ അവനെയും കൂട്ടുമായിരുന്നു. നദിയുമായുള്ള ചങ്ങാത്തം അന്നേ ഉള്ളതാണ്. തോമാച്ചൻ 10 പാസ്സായി ITIക്ക് പഠിക്കുമ്പോഴായിരുന്നു മരണം ഒരു കടുത്ത പനിയായി അപ്പനെ തട്ടിയെടുത്ത് വീടിൻ്റെ ഭാരം തലയിലേക്ക് വെച്ചുകൊടുത്തത്. പിന്നെ വീടും നാടുമെല്ലാം ഗോവയായി. പിത്തളയുടെ മേൽക്കൂരയുള്ള കുഞ്ഞു ബസ്സിൽ യാത്ര ചെയ്ത് ഒരു കോൺട്രാക്ടറുടെ സഹായിയായി കൂടി. അയാളോട് മുൻകൂർ പൈസ വാങ്ങി ഒരു സൈക്കിൾ വാങ്ങിയതിൻ്റെ കടം ശമ്പളത്തിൽ നിന്നും അയാൾ കുറേശ്ശെയായി പിടിക്കുകയായിരുന്നു. പിന്നീട് ചെറിയ ചെറിയ ജോലികൾ സ്വയം പരീക്ഷിച്ചു. കൈത്തഴക്കവും കഠിനാധ്വാനവും ആത്മാർത്ഥതയും തോമാച്ചൻ തൻ്റെ തൊഴിലിനോട് ചേർത്ത് നിർത്തിയാണ് ജീവിതം കെട്ടിപ്പൊക്കിയത്. ഇതിനിടയിൽ 4 അനിയത്തിമാരെയും ഓരോരുത്തർക്കായി കൈപിടിച്ച് നൽകുന്ന മുറയ്ക്ക് ലാലിയുടെ കൈത്തണ്ടകളും കഴുത്തും ഒഴിഞ്ഞുകൊണ്ടിരുന്നു. അനിയനും ഒരു ജോലി ഉറപ്പാക്കിയ ശേഷമാണ് തൻ്റേതായ ജീവിതത്തിലേക്ക് തോമാച്ചൻ ഇറങ്ങി വന്നത്. പഞ്ചിമിനടുത്തുള്ള സാന്തനീസിലെ ഇടുങ്ങിയ ഈ തെരുവിലെ 2 കിടക്കമുറികളുള്ള ഫ്ലാറ്റിൽ താമസം തുടങ്ങുമ്പോൾ അന്ന് അത് വലിയ ഒരു ആഡംബരമായിരുന്നു. മക്കള് പഠിച്ചതും വളർന്നതും ജോലിയായതും എല്ലാം ഇതിൽ നിന്നായിരുന്നു. ഇടയിലെ ഇല്ലായ്മകളും വല്ലായ്മകളും സഹിച്ചൊപ്പം നിന്നതും ഈ ചുവരുകളായിരുന്നു. മക്കളോട് നല്ല നടപ്പിന് ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ട്രാഫിക് സിഗ്നൽ ഇല്ലാത്തിടത്ത് വണ്ടി കയറ്റി മുന്നോട്ടെടുക്കുന്ന പോലെ തൻ്റെ കഷ്ടപ്പാടിൻ്റെ മുൻ ജീവിതങ്ങളും ഹൈലൈറ്റ് ചെയ്യാൻ തോമാച്ചൻ ശ്രദ്ധിച്ചിരുന്നു.
അത്യാവശ്യങ്ങൾ മാത്രം പെറുക്കിയെടുത്ത് ജീവിച്ചിട്ടും നാട്ടിൽ സ്വന്തമായ ഒരു വീടോ ഫ്ലാറ്റോ എന്നും തോമാച്ചൻ്റെ നടക്കാതെ പോയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. അതും പമ്പാ തീരത്തെവിടെയെങ്കിലും. കളിയോടങ്ങളിൽ പമ്പയുടെ മാറിലൂടെ തുഴയാഞ്ഞെറിഞ്ഞ് ചങ്ങാതിമാർക്കൊപ്പം നേടിയ വിജയലഹരി ഇന്നും മനസ്സിൻ്റെ ഒരു കോണിൽ എടുത്താൽ പൊങ്ങാത്ത ഒരു നിധിയായി സൂക്ഷിച്ചിട്ടുണ്ട്. നീ അല്ലെങ്കിലും ഒരു സംശയരോഗിയാണല്ലോ. അവന് അമേരിക്കയിൽ വീട് മേടിക്കാൻ വേണ്ടി മാത്ര ഇത് വിൽക്കാൻ തയ്യാറായത്. അതും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായതുകൊണ്ടാ അവൻ വിലയുടെ കാര്യത്തിൽ ഒന്ന് കൈയയച്ചത്. അല്ലാതെ കേസിൽ പെട്ടതുകൊണ്ടല്ല നമുക്കിത്തിരി വില സഹായത്തിൽ കിട്ടിയത്. ആളുകൾ താമസിക്കുന്ന കെട്ടിടം പൊളിക്കാൻ ആരെങ്കിലും പറയുമോ? പെൺബുദ്ധി എപ്പോഴും പിൻബുദ്ധി. നീ നിന്റെ പണി നോക്ക് ലാലി. അയാളുടെ സ്വരം മാറിയതിനനുസരിച്ച് അവൾ അവളുടെ ലോകത്തേക്കും അയാൾ അയാളുടെ ലോകത്തേക്കും പിൻവാങ്ങി. രാത്രി ഊണു കഴിഞ്ഞതും അയാൾ ടിവിയുടെ ചതുരക്കള്ളിക്കുള്ളിലേക്കും അവൾ എച്ചിൽ പാത്രങ്ങളുടെ ഇടയിലേക്കും നൂണ്ടിറങ്ങി. ഇടയിൽ എന്തോ കനപ്പെട്ട ശബ്ദം അവളെ സ്വീകരണ മുറിയിലേക്ക് എത്തിച്ചു. തോമാച്ചൻ അനക്കമില്ലാതെ നിലത്ത്. ടിവിയിൽ അപ്പോൾ അവർ വാങ്ങിയ ഫ്ലാറ്റുള്ള ബിൽഡിംഗ് പൊളിച്ചു മാറ്റാനുള്ള സുപ്രീം കോടതി വിധി എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു.